ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് 2025 ജനുവരി 30-നാണ്. ഇനി സമയം വളരെ കുറവാണ്, ഒരു 10-20 ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾ പ്രിപ്പറേഷൻ വളരെ ഫാസ്റ്റ് ആക്കുക, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക, വിട്ട ഭാഗങ്ങളൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടി പോകുന്ന മിക്കവാറും മുഴുവൻ ആളുകൾക്കും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു റീസൺ കൂടി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് KSEBയിലെ 214 AE പോസ്റ്റുകളും 217 സബ് എഞ്ചിനീയർ പോസ്റ്റുകളും റിപ്പോർട്ട് ചെയ്തത്. ഇതിപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചിലപ്പം ഈ മാസം തന്നെ അതിൻ്റെ അഡ്വൈസുകൾ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന ടെക്നിക്കൽ ഇലക്ട്രിക്കൽ എക്സാം രംഗത്ത്, പ്രിപ്പറേഷൻ രംഗത്ത് വളരെ ആക്റ്റീവായിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ഏകദേശം 430ഓളം ആൾക്കാർ ജോലി ലഭിച്ചു പോവുകയാണ്. ഓക്കെ, ജോലി ലഭിക്കുക, അഡ്വൈസ് ലഭിച്ചതിന് ശേഷം അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടും. ഓക്കെ, ഞാൻ പറയുന്നത് അവർ ഈ പറയുന്ന ചെറിയ എക്സാമുകളുടെ പ്രിപ്പറേഷൻ രംഗത്ത്, അതിൻ്റെ കോമ്പറ്റീഷൻ രംഗത്ത് നിന്ന് മാറാൻ വേണ്ടി പോവുകയാണ്. എന്തായാലും സബ് ജോലി കിട്ടിയ ആൾക്കാർ, ജോലി കിട്ടിയ ആൾക്കാർ ഇനി അങ്ങോട്ട് ചെറിയ തസ്തികകൾ, ITI യോഗ്യത, ഡിപ്ലോമ യോഗ്യതയുള്ള പരീക്ഷകൾ എഴുതാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും എഴുതാൻ സാധ്യതയില്ല കേട്ടോ. ഇനി ചിലപ്പം ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ എഴുതുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്ലൈ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ എഴുതിയേക്കാം. എന്നിരുന്നാലും അതിൻ്റെ ബാക്കി പ്രൊസീജിയറിലേക്ക് അവർ കടക്കാനുള്ള സാധ്യത കുറവാണ്. അതേപോലെ ലിസ്റ്റ് വന്നു കഴിഞ്ഞാലും കുറേയൊക്കെ NJDs ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മാക്സിമം ആൾക്കാർക്കും അഡ്വൈസുകൾ പോകാൻ സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ, അതേപോലെ കഴിഞ്ഞിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ, വരാൻ വേണ്ടി പോകുന്ന ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ, ദെൻ ഇനി വരാൻ വേണ്ടി പോകുന്ന ഇലക്ട്രീഷ്യൻ പരീക്ഷകൾക്കൊക്കെ മിക്കവാറും ഇഷ്ടംപോലെ NJDsകളൊക്കെ പോവും. അതേപോലെ പരമാവധി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാന് 8 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും ഭാവിയിൽ 3 വർഷത്തെ വാലിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് കൂടുതൽ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും, ഫ്രഷ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടും. അത് കൂടാതെ ഇഷ്ടംപോലെ NJDs വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താഴ്ന്ന റാങ്ക് ആണെങ്കിൽ കൂടി ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് ഇതുവരെയും പ്രിപ്പറേഷൻ ടൈറ്റായിട്ട് കൊണ്ടുപോകാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പോൾ ചെറിയൊരു സുവർണാവസരമുണ്ട്. അത് നിങ്ങളൊന്ന് കയറി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത്ര നാളും പഠിക്കാതിരുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. ശ്രമിക്കുന്നതിന് നഷ്ടമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനിയുള്ള ദിവസമെങ്കിലും കഷ്ടപ്പെട്ടത് നോക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേയധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്. ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ PYQ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട്. അതിൽ 8 വീഡിയോസ് ഉണ്ട്. അറൗണ്ട് ഒരു 200+ ചോദ്യങ്ങൾ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ കാണുക. ദെൻ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ 46 വീഡിയോസ് ഉണ്ട്. അതിൽ ഞാൻ തിയറി ക്ലാസ്സുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കണ്ടു നോക്കുക, യൂസ്ഫുൾ ആവും കേട്ടോ. ദെൻ പവർ ജനറേഷനിൽ നമ്മുടെ മൊഡ്യൂൾ 10-ലെ കുറേ ടോപ്പിക്കുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്, അതേപോലെ തെർമൽ, ന്യൂക്ലിയർ, അതിൻ്റെ കുറേ PYQs ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ അത്രയും കാണാനുള്ള സമയം നിങ്ങൾക്ക് ഇനിയുള്ളൂ, അത്രയും ബാക്കിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അത് മിനിമം അതെങ്കിലും കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോയി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അത് നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക കേട്ടോ. കണ്ടോ, ഇത് ഈ രീതിയിൽ ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ട് ഏകദേശം പാർട്ട് 44 വരെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൃത്യമായിട്ട് കണ്ടു നോക്കുക. ട്രേഡ്സ്മാൻ്റെ പ്ലേലിസ്റ്റാണിത്. ദെൻ ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ വയർമാൻ്റെ പാർട്ട് 1 മുതൽ കണ്ടു നോക്കുക കേട്ടോ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ അല്ലേ? ഞാനിത് പറഞ്ഞത് ഇനി ഫ്യൂച്ചറിൽ ഇത്രത്തോളം വേക്കൻസികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റുകൾ വരാൻ കുറച്ചൊരു താമസം ഉണ്ടാവും. പലതും 1-2 വേക്കൻസികൾ, ഇപ്പം AE പോസ്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ 2-3 വേക്കൻസികൾ, ഇലക്ട്രീഷ്യൻ ആണെങ്കിലും അതേപോലെ ഓവർസിയറൊക്കെ ആണെങ്കിലും വേക്കൻസികൾ 10-ൽ താഴെയൊക്കെ വരുന്നതേ ഉണ്ടാവുകയുള്ളൂ അല്ലേ. സോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനൊരു സുവർണാവസരം ഉണ്ടാകുന്ന സമയത്ത് പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യപ്പെടുക. പരമാവധി ഉപയോഗിച്ച് ജോലിയിൽ കയറാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ITI യോഗ്യതയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ പോലെയുള്ള പോസ്റ്റുകളൊക്കെ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ജോബ് തന്നെയാണ്. ഓക്കെ, ഇപ്പം ഇലക്ട്രീഷ്യനേക്കാളിയും അല്ലെങ്കിൽ ലൈൻമാനേക്കാളിയും ഒക്കെ കൂടുതൽ നിങ്ങൾക്ക് ഒരു ഫേവറബിൾ ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ, അത്രയും പോസ്റ്റുകൾ കേട്ടോ. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് യൂട്ടിലൈസ് ചെയ്യുക.
അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സുഹൃത്തുക്കൾ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.